ബ്രദറെ, ഈ ആന്റിക്ക് കർത്താവ് കൊടുത്ത 2 അത്ഭുത സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഈ ആന്റിയുടെ പേര് ശൈലജ എന്നാണ്. പള്ളിച്ചൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആന്റിക്ക് 3 വർഷമായിട്ട് 2 കാലിന്റെ അടിഭാഗത്തായിട്ട് നീരുണ്ടായിരുന്നു. കൂടാതെ കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് മാറ്റമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ മിറക്കിൾ സൺഡേയിൽ ബ്രദർ കോമൺ ആയിട്ടൊരു ദൂത് പറഞ്ഞു, കാലുവേദന ഉള്ളവർക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു. ആന്റി ആ സമയം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വേദനയും കാലിലെ നീരും പൂർണ്ണമായി കർത്താവ് മാറ്റിയെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ആന്റിക്ക് 2 ആഴ്ചയായിട്ട് പല്ലുവേദന ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇൻഫെക്ഷനായി നീരായി. ഹോസ്പിറ്റലിൽ കാണിച്ചു ട്രീറ്റ്മെന്റ് നടത്തി മാറിയില്ല. അങ്ങനെ കഴിഞ്ഞ മിറക്കിൾ സൺഡേക്ക് ഇവിടെ ചർച്ചിൽ വന്നപ്പോൾ ബ്രദർ ദൂത് പറഞ്ഞു, വായിൽ ഒരാൾക്ക് ഇൻഫെക്ഷനായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, ആ വ്യക്തിക്ക് കർത്താവ് പരിപൂർണമായി സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു. ആന്റി പറയുന്നത് ആ ഇൻഫെക്ഷൻ കർത്താവ് പരിപൂർണമായി മാറ്റിയെന്നാണ്. വായിക്കാത്ത ഇൻഫെക്ഷൻ പൂർണ്ണ മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിർത്തിക്കേ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ സന്തോഷമായിട്ട് പോയിട്ട്. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ഷീന. സിസ്റ്ററിന്റെ പപ്പയ്ക്ക് കർത്താവ് നൽകിയ ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഷീനയുടെ പപ്പയ്ക്ക് കൊടുത്ത സൗഖ്യമാണ്. പപ്പയുടെ പേര് വിൻസെന്റ് എന്നാണ്. ഊരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് ഇവർ വരുന്നത്. കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് പപ്പയ്ക്ക് ഡിസ്കിന് പ്രയാസമായിരുന്നു. കുനിഞ്ഞിട്ട് നിവരുവാനോ വെയിറ്റ് എടുക്കുവാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഒത്തിരി പ്രയാസത്തിലൂടെയായിരുന്നു കടന്നുപോയത്. എന്നാൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കോൾ സെന്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. ഒരു വർഷത്തോളമായി താൻ അനുഭവിച്ചിരുന്ന ആ പ്രയാസത്തിൽ നിന്നും അന്ന് പകലിൽ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരു സന്തോഷമുള്ള കാര്യമാണെന്ന് പറയാവോ? പപ്പിക്ക് എന്തുവായിരുന്നു മോളെ പ്രയാസം? ഡിസ്കിന് കംപ്ലൈന്റ് ആയിരുന്നു. നമ്മുടെ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ സൗഖ്യം. ഓ, നിങ്ങൾ ഇവിടെ വരുന്നതാണോ? ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് വരുവോ? ഫസ്റ്റ് ടൈം വരുവോ? അപ്പൊ സാക്ഷ്യം പറയാനായിട്ട് ആദ്യമായിട്ട് വന്നു. അതൊരു വലിയ കാര്യമാണല്ലോ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ബ്രദർ, ഡോക്ടേഴ്സ് കൈയഴിഞ്ഞ സ്ഥലത്ത് ഈ ആന്റിയുടെ അമ്മയെ കർത്താവ് വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ അമ്മ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഈ ആന്റിയുടെ പേര് പ്രഭ, അമ്മയുടെ പേര് പൊന്നമ്മ. ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് വരുന്നത്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് ആന്റിയുടെ അമ്മയ്ക്ക് ലൂസ് മോഷനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടേഴ്സ് അഡ്മിറ്റ് ചെയ്തു. 1.5 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. മെഡിസിൻ എടുത്തു. എന്നാൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ അമ്മ സംസാരിക്കത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ഒത്തിരി പ്രയാസത്തിലൂടെ ആയിരുന്നു കടന്നുപോയത്. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനില്ല, തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് നമ്മുടെ ചർച്ചിൽ നിന്നും ലീഡേഴ്സ് ഈ ആന്റിയുടെ ഭവനത്തിലേക്ക് ചെന്നു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുവരെ എഴുന്നേൽക്കാതിരുന്ന അമ്മ അന്ന് പകൽ എഴുന്നേറ്റു, സംസാരിക്കാൻ തുടങ്ങി, ഫുഡ് കഴിക്കാൻ തുടങ്ങി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ പറയുന്നത് ശരിയാണോ? എവിടുന്നാ വരുന്നേ? ആദ്യമായിട്ട് വരുവാന്നോ? നേരത്തെ ഇവിടെ വരുന്ന കർത്താവ് അമ്മയുടെ അമ്മയെ കർത്താവ് വിടുവിച്ചു. സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വെള്ളമൊക്കെ ഞങ്ങൾ പഞ്ഞിക്ക് തൊട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. വെള്ളം പഞ്ഞിയിൽ തൊട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. അയ്യോ, അത് ഭയങ്കര അല്ലേ? പ്രായമുള്ള ഒരാള് വയറ്റിന് പ്രയാസം ഉണ്ടായ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കർത്താവ് കൊടുത്ത വിടുതലിന് നന്ദി. വന്ന് പ്രാർത്ഥിച്ചിട്ട് ആ നിമിഷം അമ്മ ഒറ്റയ്ക്ക് എഴുന്നേറ്റ്. ഞാൻ ചെന്ന് വഴക്ക് പറഞ്ഞ് എഴുന്നേറ്റ് എന്നൊരു നല്ല കൈയടി കൊടുത്ത് പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ എഴുന്നേറ്റു എന്നാ പറയുന്നത്. ജോൺ ഡാരി ബ്രദർ പോയി പ്രാർത്ഥിച്ചല്ലേ, നമ്മുടെ ലീഡേഴ്സ് പോയി പ്രാർത്ഥിച്ച കേട്ടോ. ഒന്ന് ആർത്ത് വിളിച്ചേ, ഒരു നല്ല ആമേൻ പറഞ്ഞു. എന്റെ ദൈവം എന്നെ കൈവിടുമോ? വീണ്ടും എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കും, അമ്മ കമ്പി പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. 3 മാസങ്ങൾക്ക് ശേഷം